ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MS2 ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു സ്വീറ്റ്സ് ഐറ്റം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. കോക്കനട്ട് ബർഫി എന്നാണ് നമ്മുടെ ഈ ഐറ്റത്തിന്റെ പേര്. അപ്പോൾ നമ്മൾക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ലിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബർഫി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്കപ്പോൾ തേങ്ങ വേണം, അതുപോലെ തന്നെ അവല്, പഞ്ചസാര, പാല്, നെയ്യ്. നമുക്ക് ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. നമുക്കപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറന്തൊലി ഇതുപോലെ നമുക്ക് ആദ്യം കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ പുറന്തോലൊക്കെ നല്ല രീതിയിൽ കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിത് കട്ട് ചെയ്യാം. ചെറിയ രീതിയിൽ ചെറിയ പീസുകളാക്കി നമുക്കിത് കട്ട് ചെയ്ത് തരാം. വേറെ ഒന്നിനുമല്ല, നമുക്ക് മിക്സിയിലിട്ട് ഇത് അടിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇത് അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും അവലും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തേങ്ങയും അവലും മിക്സിയിലിട്ട് അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം 2 സ്പൂൺ നെയ്യ് ഇതിലോട്ട് ഒഴിക്കാം. അത് ചൂടാവണമായിട്ട്. ഓക്കെ, നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിലോട്ട് അടിച്ചു വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം. കുറച്ച് വീണ്ടും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാൽ ഇതിലോട്ട് ഒഴിക്കാം. വളരെ കുറച്ച്. ഓക്കെ, നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു പാത്രം എടുക്കാം. ആ പാത്രത്തിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓക്കെ, നമ്മളപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തണുപ്പിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് കട്ട് ചെയ്യാം. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം വേറൊരു ടിപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ താങ്ക് യു.